ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അക്യൂ ലൈഫ്. ഇന്ന് നമ്മൾ നമ്മുടെ വീട്ടിൽ CP+ൻ്റെ CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യിക്കുന്ന ഒരു വീഡിയോ കൊണ്ടാണ് വന്നേക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം എല്ലാ വീട്ടിലും സെക്യൂരിറ്റി പർപ്പസിന് വേണ്ടി CCTV ക്യാമറാസ് ഉണ്ടായിരിക്കുന്നതിൻ്റെ ഒരു ആവശ്യമാണ്. ഞങ്ങളുടെ വീട്ടിൽ ഓൾറെഡി CCTV ക്യാമറാസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടായിരുന്നു, വീട് ഉണ്ടാക്കിയ സമയത്ത് തന്നെ. പക്ഷേ അത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു കമ്പനിയുടെ CCTV ക്യാമറ ആയിരുന്നു. പുള്ളി ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് ഉണ്ടാക്കിച്ച് അങ്ങനെ ഏതാണ്ട് സംഭവമായിരുന്നു. ബട്ട് അതിൻ്റെ ക്വാളിറ്റി കുറച്ച് ഓവർ ദ ടൈം ഡിറ്റോറിയേറ്റ് ആകാൻ തുടങ്ങി. നല്ലെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് കുറേ നാൾ നമ്മളത് യൂസ് ചെയ്തു. പക്ഷേ ഇപ്പം അതിൻ്റെ ആ ഒരു പിക്ചർ ക്വാളിറ്റി നമ്മൾ നോക്കുമ്പം ഇറ്റ് ഈസ് നോട്ട് അറ്റ് ഓൾ യൂസബിൾ. എന്തെങ്കിലും നമുക്ക് ഫുട്ടേജ് നോക്കണമെന്ന് ആവശ്യമുണ്ടെങ്കിൽ ആ ഫുട്ടേജ് യൂസ് ചെയ്യാൻ പറ്റാത്ത ഒരു രീതിയാണ് ആ പിക്ചർ ക്വാളിറ്റി വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ പഴയ ക്യാമറാസും റീപ്ലേസ് ചെയ്ത് CP+ എന്ന് പറയുന്ന ഒരു നല്ലൊരു ചൈനീസ് കമ്പനിയാണ്. പക്ഷേ അവരുടെ ക്യാമറേൻ്റെ ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ കുറച്ചുകൂടി ബെറ്ററാണ്. അപ്പം നമ്മളെന്തായാലും ഇൻസ്റ്റാളേഷന് വേണ്ടി നമ്മുടെ ആളിനെ വിളിച്ചിട്ടുണ്ട്. പുള്ളി ഇപ്പോൾ ഇൻസ്റ്റാളേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഇടയ്ക്ക് ഞാൻ നിങ്ങളെ ക്യാമറേൻ്റെ മോഡ്യൂളിനെ കുറിച്ച്, അതല്ലാതെ DVRനെ കുറിച്ചും കുറച്ചൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുമായിരിക്കും. സോ ദാറ്റ് നിങ്ങൾ ഒരു പുതിയൊരു DVRോ അല്ലെങ്കിൽ ക്യാമറയോ CCTVയോ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ഒരു ഔട്ട്ലൈൻ കിട്ടും എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ. കാരണം ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ പ്രീവിയസ് എക്സ്പീരിയൻസും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്യുന്നതായിരിക്കും. എന്തൊക്കെ കാരണങ്ങളായിരുന്നു ബിക്കോസ് ഓഫ് വിച്ച് ഐ wanted to switch to CP+. സോ എന്തായാലും ലെറ്റ്സ് ഡൈവ് ഇൻ ടു ദ വീഡിയോ. ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് ക്യാമറയെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും. ഇതാണ് ഗൈസ് നമ്മുടെ പഴയ ക്യാമറ. ഇവിടെ നിങ്ങൾക്ക് കാണാം വളരെ ഒരു ഡസ്റ്റ് എല്ലാം പിടിച്ചേക്കുന്ന ഒരു കണ്ടീഷനാണ്. ഇത് G-Vision എന്ന് പറയുന്ന ഒരു കമ്പനിയാണ്. ഇതെൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമ്പനിയാണ്. ഇവരിത് ചൈനയിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്തിട്ട് ലേസർ മെഷീൻ വെച്ചാണ് ഇവത്തെ ഈ G-Vision എന്നുള്ള ഇവരുടെ ലോഗോ അടിക്കുന്നത്. സോ എന്തായാലും ഇതിൻ്റെ ക്വാളിറ്റി പോരായിരുന്നു. അതുകൊണ്ടാണ് നമ്മളിത് റീപ്ലേസ് ചെയ്യുന്നത്. ഓൾമോസ്റ്റ് ഒരു 1 ഇയർ നമ്മൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞു. എന്തായാലും അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ CP+ലോട്ട് മൂവ് ആയത്. CP+ൻ്റെ നമ്മൾ ഈ മേടിച്ചേക്കുന്നത് ഫുൾ HD ക്യാമറ ആണ്. ഇതൊരു ബുള്ളറ്റ് ക്യാമറ ആണ്. ഇതിൻ്റെ മോഡൽ നമ്പർ നിങ്ങൾക്ക് ഇവിടെ കാണാം. ഇതാണ് ഇതിൻ്റെ മോഡൽ നമ്പർ. അതല്ലാതെ ഇതൊരു നൈറ്റ് വിഷൻ ക്യാമറ ആണ്. നൈറ്റ് വിഷൻ ക്യാമറ എന്ന് പറയുമ്പോൾ നമുക്ക് രാത്രിയിലും ഫുട്ടേജസൊക്കെ ഈസി ആയിട്ട് കാണാൻ സാധിക്കും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇതിൻ്റെ അത് നൈറ്റ് വിഷനിൽ വരുന്ന ഫുട്ടേജസ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിരിക്കും വരുന്നത്. സിമിലർലി ഈ ഒരു ക്യാമറയിൽ നമ്മൾ നൈറ്റ് വിഷൻ ഉണ്ടായിരുന്നു, പക്ഷേ അതിൻ്റെ അകത്ത് വരുന്ന ഫുട്ടേജസ് കളർ ഫുട്ടേജസ് ആയിരുന്നു. കളർ ഫുട്ടേജ് വരാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മുകളിൽ കൊടുത്തേക്കുന്ന താഴെ കൊടുത്തേക്കുന്ന ഈ LED ലൈറ്റ്സ് ആണ്. അപ്പോൾ ഇത് സാധാരണ നമ്മൾ ടോർച്ച് കത്തിക്കുന്ന പോലെ തന്നെ ലൈറ്റ് പോകുമ്പം അല്ലെങ്കിൽ അടുത്തൊന്നും വെട്ടം ഇല്ലാത്തപ്പം ഈ LED ബൾബ്സ് കത്തും. എന്നിട്ട് നോർമൽ നമ്മുടെ ക്യാമറയിലെ ഫ്ലാഷ് ഓൺ ആകുന്ന പോലെ തന്നെ നമുക്ക് അടുത്തുള്ള സറൗണ്ടിങ്സൊക്കെ കളറിൽ കാണാൻ സാധിക്കും. പക്ഷേ ഇത് ഓണാകുന്നതുകൊണ്ട് തന്നെ ഇവിടെ അടുത്തൊക്കെ ലൈറ്റ് പോവുകയോ അല്ലെങ്കിൽ പാർക്കട്ടൊക്കെ ഉള്ള സമയത്ത് ഇതിങ്ങനെ ഓണായി കിടക്കും. അപ്പം അത് നിങ്ങളുടെ ഒരു പ്രിഫറൻസ് ആണ്. നിങ്ങൾക്ക് അത് ഇഷ്ടമാണെങ്കിൽ അങ്ങനത്തെ മേടിക്കാം. ബട്ട് കുറച്ചുകൂടെ ബെറ്റർ IR ടെക്നോളജി തന്നെയാണ്. ഇതിൻ്റെ അകത്ത് കണ്ടോ, ക്രിസ്റ്റൽ IR LED ഫോർ ക്ലിയർ നൈറ്റ് വിഷൻ. അപ്പം അതിൻ്റെ ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുന്നതായിരിക്കും. ബോക്സ് ഇതുപോലത്തെ ഒരു ബോക്സാണ് വരുന്നത്. ഇവിടെ ഇവരുടെ ഹോളോഗ്രാമും സീലും കാണും, റൈറ്റ്. സോ ഇവിടെ എഴുതിയേക്കുന്ന എന്തുവാ, മെയ്ഡ് ഇൻ ഭാരത്. എന്തായാലും ഇതൊരു ചൈനീസ് പ്രൊഡക്റ്റാണ്. ഇവർ മാനുഫാക്ചർ ഇവിടെ ചെയ്യുന്നുണ്ടോയെന്ന് അറിയത്തില്ല. മെയ്ഡ് ഇൻ ഇന്ത്യ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പക്ഷേ CP+ ഒരു ചൈനീസ് ബ്രാൻഡാണ്. എന്തായാലും നമുക്ക് ക്യാമറയിലോട്ട് മൂവ് ചെയ്യാം. സോ ഇതാണ് നമ്മുടെ CP+ൻ്റെ യൂണിറ്റ്. ഇവിടെ CP+ എന്ന ബ്രാൻഡിങ് ഉണ്ട്. അതല്ലാതെ ഇവിടെ നിങ്ങൾക്ക് ഇവരുടെ ഒരു ഹോളോഗ്രാമുള്ള QR കോഡ് കാണാൻ സാധിക്കും. പിന്നെ ഈ ഫ്രണ്ട് സൈഡിൽ ഇതിൻ്റെ ലെൻസ് ഉണ്ട്. ഇതൊരു 2.4 മെഗാ-പിക്സലിൻ്റെ ക്യാമറ ആണ് ഇവത്തെ കൊടുത്തേക്കുന്നത്. അപ്പോൾ അതിൻ്റെ പിക്ചർ ക്വാളിറ്റി നമ്മൾ എന്തായാലും ചെക്ക് ചെയ്യുന്നതായിരിക്കും. ഇവിടെ താഴെ കുറച്ച് ക്യാമറയെ കുറിച്ചുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളുമൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. BIS ആണ്, QC പാസ്ഡ്. പിന്നെ ഇനിയിങ്ങനെ
2 കേബിൾസ് ഉണ്ട്. ഇത് പവർ സപ്ലൈയും ഇത് വീഡിയോ സപ്ലൈയും. ഇത് വീഡിയോ ഔട്ട്പുട്ട് കൊടുക്കാനല്ല, വീഡിയോ സപ്ലൈ അല്ല, ഇത് പവർ സപ്ലൈ. പിന്നെ ബോക്സ് നമ്മൾ തുറക്കുമ്പോൾ ബോക്സിൻ്റെ അകത്ത് വേറെ എന്തുവാ വരുന്നതെന്ന് ഞാൻ നിങ്ങളെ കാണിക്കാം. പ്രത്യേകിച്ചൊന്നുമില്ല. നിങ്ങൾക്ക് ബോക്സ് തുറക്കുമ്പോൾ തന്നെ ബോക്സിൻ്റെ അകത്ത് ഈ ഒരു QR കോഡുണ്ട്. അപ്പം മാനുവലും കാര്യങ്ങളും എല്ലാം ഡിജിറ്റലാണ് കിട്ടുന്നത്. അതല്ലാതെ ഇതിൻ്റെ അകത്ത് ഈ ഒരു ക്യാമറ ഈ പോളി ബാഗിൻ്റെ അകത്ത് പാക്ക് ചെയ്തായിരിക്കും വരുന്നത്. പിന്നെ ഇത് സ്ക്രൂ ചെയ്യാൻ വേണ്ടിയുള്ള സ്ക്രൂയും ബിറ്റും കാര്യങ്ങളൊക്കെയാണ്, വേറെ ഒന്നുമില്ല നമുക്ക് ഇതിൻ്റെ അകത്ത്. പിന്നെ അടുത്തതായിട്ടുള്ളത് മെയിൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ DVR ആണ്. അപ്പോൾ ഈ DVR വെച്ചാണ് നമ്മൾ ഈ CCTV ക്യാമറ കണക്ട് ചെയ്യുന്ന ഔട്ട്പുട്ട് വരുന്നത്. അപ്പോൾ ഇതൊരു 8 ചാനലിൻ്റെ DVR ആണ്. കാരണം നമ്മൾ 5 ക്യാമറാസാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. അപ്പം ഡിജിറ്റൽ വീഡിയോ റെക്കോർഡർ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ 5 ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കാണാവുന്നതാണ്. ഇതിൻ്റെ അകത്ത് ഇവർ റെക്കമെൻഡ് ചെയ്തേക്കുന്ന Seagateൻ്റെ ഹാർഡ് ഡിസ്ക്കാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ബെസ്റ്റ് റെക്കമെൻഡഡ്. സോ ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാം. യൂണിവേഴ്സൽ കമ്പാറ്റബിൾ വിത്ത് ഓൾ പോപ്പുലർ അനലോഗ് ഫോംസ് ആൻഡ് IP ക്യാമറാസ്. നമുക്ക് ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് വായിച്ച് നോക്കാവുന്നതാണ്, റൈറ്റ്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ DVR തുറക്കുമ്പോൾ നമുക്ക് ഇതിനെക്കുറിച്ച്, ഇതിൻ്റെ മോഡൽ നമ്പർ ഇവിടെ ഞാൻ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. 6700 രൂപ എന്നാണ് ഇവത്തെ എഴുതിയേക്കുന്നത്. പക്ഷേ നമുക്കിത് ഒത്തിരി ചീപ്പ് പ്രൈസിലാണ് കിട്ടിയേക്കുന്നത്. ഇവിടെ ഇതിൻ്റെ മോഡലും അതല്ലാതെ വേറെ കുറേ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ പഴയ DVR ഇതാണ്. അതല്ലാതെ ഇതിൻ്റെ പവർ സപ്ലൈ, ക്യാമറയ്ക്ക് കൊടുക്കുന്ന പവർ സപ്ലൈയും പഴയ DVRഉം. ഇതാണ് ഗൈസ് നമ്മുടെ ഡോം ക്യാമറ. ഇതിൻ്റെ ഒരു ബോക്സ് കൂടെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ആൾക്കാർ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഇത് കാണുന്നത് നിങ്ങൾ സ്ക്രീനിൽ. അപ്പം ഇതിൻ്റെ ഫീച്ചേഴ്സും ക്വാളിറ്റിയും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ബുള്ളറ്റ് ക്യാമറേൻ്റെ കൂട്ട് തന്നെയാണ്. പക്ഷേ ഇത് കാണാൻ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആണ്. ഇത് സാധാരണ നമ്മൾ സീലിങ്ങിൽ ഒക്കെയാണ് ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഇല്ല, IR മറ്റേ അതിൻ്റെ കൂട്ടുള്ള. ഇത് നമ്മുടെ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്ന ആൾക്കാർ പഴയ ക്യാമറ ഊരിയിട്ട് പുതിയ ക്യാമറ അവിടെ ഫിറ്റ് ചെയ്യുവാണ്. അവിടെ ഒരെണ്ണം ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു, നിങ്ങൾക്ക് കാണാം. എൻ്റെ വയറിങ്ങും കാര്യങ്ങളും എല്ലാം ആദ്യമേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അത് മാത്രം ഊരിയിട്ട് കണക്ട് ചെയ്ത് സ്ക്രൂ മാത്രം ചെയ്താൽ മതിയായിരുന്നു. അപ്പുറത്തേത് ഓൾമോസ്റ്റ് കഴിഞ്ഞ്. ഈ ബാക്ക് സൈഡിലും നമ്മൾ ഒരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ മുമ്പേ കണ്ട ആ പഴയ ക്യാമറ. ഈ ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഊരിയ ക്യാമറ ആണ്. എല്ലാ ക്യാമറാസും ഇങ്ങനെ ഡസ്റ്റൊക്കെ പിടിക്കും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് സർവീസിൻ്റെ ആവശ്യം എന്തായാലും വരും. ഇതാണ് നമ്മുടെ പാർക്ക് സൈഡിൽ ഫിറ്റ് ചെയ്തേക്കുന്ന നമ്മുടെ ക്യാമറ. അപ്പം ഇവിടുന്ന് നമുക്ക് പാർക്കിൻ്റെ കംപ്ലീറ്റ് വ്യൂ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ സ്ഥലത്താണ് സെക്യൂരിറ്റി റീസൺസിൽ മോണിറ്ററിങ് വേണ്ടിയത് അവിടെ എല്ലാം നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. നമ്മളിവിടെ ടോപ്പിൽ വന്നിട്ടുണ്ട് നിങ്ങളെ ബാക്ക് യാർഡിലെ ക്യാമറ കാണിക്കാൻ വേണ്ടി. ഇത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ പാർക്ക് വ്യൂയിലെ ക്യാമറ അപ്പുറത്തെ ആ സൈഡിൽ ഫിക്സ് ചെയ്തേക്കുന്നത് കാണാൻ സാധിക്കും. ഇതാണ് നമ്മുടെ പാർക്ക് വ്യൂ കാണുന്ന ഒരു ക്യാമറ. അപ്പം എല്ലാ 5 ക്യാമറാസും നമ്മൾ ഇൻസ്റ്റാൾ നിങ്ങൾ കണ്ടല്ലോ എങ്ങനെയാണ് ഇൻസ്റ്റാളേഷൻ നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പം മിക്കവാറും ഉള്ള ഈ ഇതുപോലത്തെ ക്യാമറാസ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പം നമുക്ക് കറക്റ്റ് എല്ലാ വ്യൂയും കിട്ടാനുള്ള രീതിയിലാണ് നമ്മൾ ഇത് ഇൻസ്റ്റാൾ ചെയ്യിപ്പിക്കേണ്ടത്. ഇവിടെ എന്തായാലും മഴ പെയ്തു തുടങ്ങി. അപ്പം നമുക്ക് താഴെ പോയി സംസാരിക്കാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇവിടെ ഭയങ്കര മഴയാണ്, നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളെ കാണിക്കാം. വളരെ അടിപൊളിയായിട്ടുള്ള ഒരു മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. സോ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ CCTV ക്യാമറാസിനെ കുറിച്ചുള്ള
കാര്യങ്ങളായിരുന്നു. അപ്പം നിങ്ങൾ എന്തായാലും കണ്ടല്ലോ, ഇതിൻ്റെ അകത്ത് നമുക്ക് മെയിനായിട്ട് നോക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാമറ കറക്റ്റ് ആംഗിളിലാണ് സെറ്റ് ചെയ്തേക്കുന്നതെന്നുള്ളത്. അത് നിങ്ങൾ ഈ DVRും ക്യാമറ സെറ്റപ്പും കംപ്ലീറ്റ് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ടി വിൻ്റെ ഡിസ്പ്ലേ കാണാൻ സാധിക്കും ഇതിൻ്റെ ആംഗിളും അല്ലെങ്കിൽ ഫ്രെയിമും. അപ്പം നിങ്ങളുടെ ഈ ഇൻസ്റ്റാളേഷൻ ചെയ്യാൻ വരുന്ന ആൾ പോകുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ആ ഫ്രെയിം കറക്റ്റ് ചെയ്യിപ്പിക്കാൻ സാധിക്കും അവരെ കൊണ്ട് തന്നെ. ക്യാമറ കറക്റ്റ് മൂവ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയ ഭാഗങ്ങളൊക്കെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ക്യാമറയിൽ കൂടെ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഇതിൻ്റെ ഇൻസ്റ്റാളേഷൻ ചെയ്യേണ്ടത്. ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഒരു CCTV വെക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യം തന്നെ നല്ല ക്വാളിറ്റിയുടെ ക്യാമറയും DVRും യൂസ് ചെയ്യുക. കാരണം എന്നെപ്പോലെ നിങ്ങൾ ആദ്യം കുറച്ച്, ഇപ്പം ഞാൻ അറിയുന്ന ഒരു ഫ്രണ്ടായിരുന്നു, അപ്പോൾ അവൻ കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അവൻ്റെ പ്രൊഡക്റ്റാണെന്ന് പറഞ്ഞാണ് ഞാൻ വെച്ചത്. അതല്ലാതെ CP+ൻ്റെ പ്രൈസിനോട് നമ്മൾ കമ്പയർ ചെയ്യുവാണെങ്കിൽ എൻ്റെ ഫ്രണ്ട് തന്നെ ഈ G-Visionൻ്റെ ക്യാമറയിന് നല്ല വിലക്കുറവുണ്ടായിരുന്നു. പക്ഷേ അവൻ ക്വാളിറ്റി അഷ്യൂർ ചെയ്തായിരുന്നു. നമ്മൾ അതിന് പൈസ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഒരു പ്രോബ്ലംസൊക്കെ വരുമ്പം തീർച്ചയായിട്ടും ആ സമയത്ത് നമുക്ക് തോന്നും ആദ്യം തന്നെ നമ്മൾ നല്ല ക്വാളിറ്റിയുടെ സാധനം മേടിച്ച് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ തരത്തിലുള്ള പ്രോബ്ലംസ് ഒന്നും ലോങ് റണ്ണിൽ വരത്തില്ല. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒരു CCTV ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓൺലൈൻ പോയി ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യുക. ആൾക്കാർ മേടിച്ചിട്ട് യൂസ് ചെയ്തിട്ട് അവരുടെ എക്സ്പീരിയൻസ് അതിൻ്റെ അകത്ത് ഇടുന്നുണ്ട്. അപ്പം CP+, Hikvision ഈ 2 കമ്പനീസിൻ്റെ ക്യാമറാസ് നല്ല ക്വാളിറ്റിയുടെ ക്യാമറാസാണ്. എന്തായാലും ഇൻസ്റ്റാളേഷൻ നിങ്ങൾ കണ്ടു കഴിഞ്ഞല്ലോ. വീഡിയോ കൂടുതൽ വലിച്ച് നീട്ടിക്കോട്ട് പോകാതെ ഒരു സമ്മറി ഡിസ്കസ് ചെയ്യാം. നിങ്ങളൊരു ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ഡിസൈഡ് ചെയ്യേണ്ടത് ഏത് ക്യാമറ ആണ്. ബുള്ളറ്റ് ക്യാമറ ഉണ്ട്, അതല്ലാതെ വയർലെസ് ക്യാമറ ഉണ്ട്, IP ക്യാമറ ഉണ്ട്. നിങ്ങൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്യുന്ന ഏറ്റവും നല്ലത് ഏതൊരു കാറ്റഗറിയാണ് അത് നിങ്ങൾ ആദ്യം തിരഞ്ഞെടുക്കണം. ആ ക്യാമറ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ട് അതിൻ്റെ അകത്ത് ഉള്ള വേറെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ്. നമ്മൾ സാധാരണ വീട്ടിലൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്നത് ബുള്ളറ്റ് ക്യാമറ തന്നെയാണ്. അത് തന്നെയാണ് നമ്മൾ ഈ വീഡിയോയിലും കണ്ടത്. ബുള്ളറ്റ് ക്യാമറ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നോക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതൊരു സ്റ്റില്ല് ക്യാമറ ആണ്. നമ്മൾ ഏത് ഡയറക്ഷനിലോട്ട് അത് പോയിൻ്റ് ചെയ്യുന്നു ആ ഡയറക്ഷനിലെ കാഴ്ചകളോ വിഷ്വൽസോ നമുക്ക് കാണാൻ സാധിക്കത്തുള്ളൂ. അതല്ലാതെ വേറെ കുറേ റൊട്ടേറ്റിംഗ് 360 ഡിഗ്രി ക്യാമറാസൊക്കെ ഉണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും പ്രിഫർ ചെയ്യാവുന്നതാണ്. ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള ഒരു ക്യാമറ സെറ്റപ്പ് ഈ ഒരു ബുള്ളറ്റ് ക്യാമറ തന്നെയാണ്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ ഡിസൈഡ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്ര മെഗാ പിക്സലിൻ്റെ ഈ ഒരു ക്യാമറ ആണ് നിങ്ങൾക്ക് വേണ്ടിയത്. ഇപ്പം നമ്മൾ ഉപയോഗിക്കുന്നത് 2.4 മെഗാ പിക്സലിൻ്റെ ഈ ഒരു ബുള്ളറ്റ് ക്യാമറ. ഇതിൻ്റെ അകത്ത് അത്യാവശ്യമായിട്ട് വേണ്ടിയുള്ള ഒരു ക്വാളിറ്റി നമുക്ക് കിട്ടുന്നുണ്ട്. വിഷ്വൽസൊക്കെ നമുക്ക് ഈസി ആയിട്ട് കാണാൻ സാധിക്കും. നമ്മളൊരു 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയിലോട്ടൊക്കെ പോകുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ല ക്ലാരിറ്റിയും കാര്യങ്ങളും ഒക്കെ കിട്ടും. നമ്മൾ ഈ വീഡിയോ സൂം ചെയ്യുമ്പം, അഥവാ നമുക്ക് ഒരു നമ്പർ പ്ലേറ്റിൻ്റെ ഒരു വിഷ്വൽ നമുക്ക് സൂം ചെയ്തെടുക്കണമെങ്കിൽ 5 മെഗാ പിക്സലിൻ്റെ ക്യാമറയിലെ ഫുട്ടേജ് നമ്മൾ സൂം ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കാണും, നമുക്ക് ക്ലിയർ ആയിട്ട് നമ്പർ കാണാൻ സാധിക്കും. വേറെ കുറഞ്ഞ മെഗാ പിക്സലിൻ്റെ ക്യാമറ കൊണ്ട് ഉള്ള ആ ഫുട്ടേജ് ആണെങ്കിൽ അതിൻ്റെ അകത്ത് ക്ലാരിറ്റി കുറവായിരിക്കും. നമുക്ക് വിഷ്വൽ കാണാൻ സാധിക്കും, ആൾ നടന്നു പോകുന്നത് കാണാൻ സാധിക്കും, ഫേസ് കൃത്യമായിട്ട് ഡീറ്റെയിൽസ് ഒന്നും കൂടുതൽ കാണത്തില്ല. അപ്പോൾ എന്തായാലും അത് നിങ്ങൾ പോയി മേടിക്കുന്നതിന് മുമ്പേ ഇതിൻ്റെ ക്യാമറാസിൻ്റെ റിവ്യൂസും കാര്യങ്ങളും ഒക്കെ താഴെ കമൻറ്റ് സെക്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്, ആമസോണിൻ്റെയും ഫ്ലിപ്കാർട്ടിൻ്റെയും ഒക്കെ. അതല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തൊരു ഓഫ്ലൈൻ CCTV സ്റ്റോർ വല്ലതും ഉണ്ടെങ്കിൽ അവിടെ പോയി നിങ്ങൾക്ക് ഈ ക്യാമറാസിൻ്റെ വിഷ്വൽസ് ചെക്ക് ചെയ്യാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് DVR. ഈ DVR നമ്മുടെ അടുത്ത് ഇപ്പം ഉള്ള DVR 8 ചാനലിൻ്റെ DVR ആണ്. അപ്പം 8 ചാനൽ എന്ന് പറയുമ്പോൾ 8 ക്യാമറാസ് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതിൽ കുറഞ്ഞത് വരുന്നത് 4 ചാനലിൻ്റെ ആണ്. നമുക്ക് 5 ക്യാമറാസ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളതുകൊണ്ട് 4 ചാനലിൻ്റെ DVR കൊണ്ട് പറ്റത്തില്ലായിരുന്നു. അപ്പം എന്തായാലും CP+ൻ്റെ ക്യാമറ ഉള്ളതുകൊണ്ട് തന്നെ CP+ൻ്റെ DVR നമ്മൾ ഉപയോഗിക്കുന്നു. ഈ DVR വെച്ചാണ് നമ്മുടെ കംപ്ലീറ്റ് ഹാർഡ് ഡിസ്കിൻ്റെ അകത്ത് റെക്കോർഡിങ്ങും കാര്യങ്ങളും ഒക്കെ നടക്കുന്നത്. അതല്ലാതെ ഈ DVRും കൊണ്ട് തന്നെയാണ് നമ്മൾ മൊബൈൽ ആപ്പിൻ്റെ അകത്ത് നമ്മുടെ ഈ വിഷ്വൽസ് ഒക്കെ കാണാൻ സാധിക്കുന്നത്. ഈ DVRൻ്റെ CP+ൻ്റെ ഒരു ആപ്പുണ്ട്. ആ ആപ്പ് നമ്മൾ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഈ DVRൻ്റെ പുറകിൽ തന്നെ ഈഥർനെറ്റ് കേബിൾ കണക്ട് ചെയ്യാനുള്ള ഒരു പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പം ആ ഈഥർനെറ്റ് കേബിൾ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ തന്നെ ഇതിൻ്റെ അകത്ത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുന്ന സംഭവങ്ങളും അതല്ലാതെ ലൈവായിട്ടുള്ള ക്യാമറ വിഷ്വൽസ് നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണിൽ കൂടെ എവിടെ വെച്ച് വേണമെങ്കിലും ഈ ലോകത്ത് എവിടെയെങ്കിലും നമ്മൾ ഇരിക്കുകയാണെങ്കിൽ ഈ ആപ്പിൽ കൂടെ നമുക്ക് കാണാൻ സാധിക്കും.
അത് വളരെ ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പിന്നെ അതല്ലാതെ ഈ ആപ്പിൻ്റെ അകത്ത് തന്നെ ഇവർ കുറേ AI ട്രാക്കിംഗ് ഫീച്ചേഴ്സൊക്കെ കൊടുത്തിട്ടുണ്ട്. സഡൻലി നിങ്ങളുടെ ക്യാമറേൻ്റെ അകത്ത് എന്തെങ്കിലും മൂവ്മെൻറ്റ് ഉണ്ടാകുമോ, അല്ലെങ്കിൽ ലൈറ്റ് പോകുമോ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ മൊബൈൽ ആപ്പ് നോട്ടിഫിക്കേഷൻസ് ഒക്കെ തരും. ഏതെങ്കിലും ട്രെസ്പാസറൊക്കെ വരുവാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഏരിയേൻ്റെ അകത്ത് ആരെങ്കിലും മൂവ്മെൻറ്റ് ചെയ്യുകയാണെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടും. അപ്പോൾ അത് CP+ൻ്റെ ഈ മൊബൈൽ ആപ്പിൻ്റെ അല്ലെങ്കിൽ ഇവരുടെ ഈ ക്യാമറ കംപ്ലീറ്റ് സെറ്റപ്പിൻ്റെ ഒരു പ്രത്യേകതയാണ്. എന്തായാലും നിങ്ങൾ ഈ ക്യാമറ ഓൺലൈൻ ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റാളേഷന് വേണ്ടി ഒരാളെ നിങ്ങൾക്ക് വിളിക്കേണ്ടി വരും. കാരണം അതിൻ്റെ വയറിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ച് കോംപ്ലക്സ് ആണ്. ഇപ്പം നമ്മൾ ഇവിടെ പുതിയ വീട് ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ നമ്മുടെ ഇലക്ട്രീഷ്യൻ ആദ്യമേ ഈ ക്യാമറാസിന് ഒക്കെയുള്ള വയറിങ് അവർ ആദ്യമേ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് കുറച്ചുകൂടി ഈസി ആയിരുന്നു നമുക്ക് ഇത് സിംപ്ലി ഇൻസ്റ്റാൾ ചെയ്തിട്ട് കണക്ട് ചെയ്താൽ മാത്രം മതിയായിരുന്നു. അഥവാ നിങ്ങൾ സ്ക്രാച്ചിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഇതിൻ്റെ കംപ്ലീറ്റ് വയറിങ്ങും കാര്യങ്ങളും ഒക്കെ കുറച്ച് ടീഡിയസ് ആണ്. അപ്പം ഇതിൻ്റെ ഒരു എക്സ്പേർട്ടിനെ നിങ്ങൾ വിളിക്കേണ്ടി വരും. ആ എക്സ്പേർട്ടിനെ വിളിക്കുന്നതിന് മുമ്പേ നിങ്ങൾ നിങ്ങളുടെ കുറേ റിസർച്ച് ചെയ്യേണ്ട ആവശ്യമുണ്ട്. കാരണം നിങ്ങൾ ഒരു ക്യാമറ ഇൻസ്റ്റാളേഷൻ കാരനെ വിളിക്കുമ്പോൾ അവർക്ക് കൂടുതൽ പ്രോഫിറ്റ് കിട്ടുന്ന ക്യാമറാസ് ആയിരിക്കും മിക്കവാറും അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പം എന്തായാലും നിങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിന് മുമ്പേ നിങ്ങളുടെ സൈഡിൽ നിന്നൊരു തോറോ ബിറ്റ് ഓഫ് റിസർച്ച് നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ ഞാൻ ചെറിയൊരു റിസർച്ച് ചെയ്തപ്പോൾ എനിക്ക് ഈ CP+ൻ്റെ ക്യാമറ ആണ് കുറച്ചുകൂടെ യൂസ്ഫുള്ളായിട്ട് തോന്നിയത് ബാക്കി ക്യാമറാസിൽ നിന്ന്. നിങ്ങൾക്ക് ഏത് ബ്രാൻഡിൻ്റെ ക്യാമറ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. പക്ഷേ CP+ഉം ഹിക്വിഷനും ഈ രണ്ട് കമ്പനീസിൻ്റെ ക്യാമറാസ് കുറച്ചുകൂടെ പോപ്പുലറാണ്. കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഈസി ആയിട്ട് കിട്ടുന്നുണ്ട്. അപ്പം നല്ലൊരു ഫീഡ്ബാക്കാണ് CP+ൻ്റെ ക്യാമറാസിനൊക്കെ കിട്ടുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ CP+ യൂസ് ചെയ്യാൻ തുടങ്ങിയത് തന്നെ. ഇതിനു മുമ്പേ നമ്മൾ ഒരു ലോക്കൽ ക്യാമറ സെറ്റപ്പിന് പോയതുകൊണ്ട് വന്നിട്ടുള്ള ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മൾ ഇപ്പം മനസ്സിലാക്കിയിട്ട് ആണ് CP+ലോട്ട് മൂവ് ആയത്. അപ്പം എന്തായാലും നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഈ വീഡിയോ ഹെൽപ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോട്ട് വന്ന് DM ചെയ്യാവുന്നതാണ്. എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും ആ ഡൗട്ട് ക്ലിയർ ചെയ്യുന്നതായിരിക്കും. ഈ ഒരു വീഡിയോയിൽ എനിക്ക് അറിയാവുന്ന രീതിയിലൊക്കെ ഞാൻ നിങ്ങൾക്ക് ഈ CCTVനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. എന്തായാലും നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ ഓർത്ത് ഒരു വീഡിയോ ഉണ്ടാക്കി നിങ്ങൾക്ക് വേണ്ടി ഇത് ഇവിടെ ഇടാമെന്ന്. ഇതിൻ്റെ ബെസ്റ്റ് ബൈ ലിങ്ക്സൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ താഴെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നതായിരിക്കും. അവിടെ പോയി നിങ്ങൾക്ക് ആ ലിങ്ക് വെച്ച് ഇത് പർച്ചേസ് ചെയ്യാവുന്നതാണ്. സോ ദിസ് ഇസ് അക്ഷയ് സൈനിങ് ഓഫ്. യു ആർ വാച്ചിങ് അക്യോ ലൈഫ് മലയാളം. ഇനി ഇതുപോലത്തെ ഇൻട്രസ്റ്റിംഗ് വീഡിയോസിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ ഞങ്ങളെ ഇൻസ്റ്റാഗ്രാമിലും ഫോളോ ചെയ്യാൻ മറക്കല്ലേ.